പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ സുരക്ഷയും നിയന്ത്രണവും അത് ആരുടെ കയ്യിലാണ്? തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം പാകിസ്ഥാൻ ഏറ്റവും അധികം ആണവായുധങ്ങളെ വെച്ച് ഭീഷണിപ്പെടുത്തിയ രാജ്യം ഇന്ത്യയാണ്. ഇപ്പം ഞങ്ങളുടെ ഒരു ആണവായുധമുണ്ട്, ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദി അതിനൊരു മറുപടി കൊടുത്തിരുന്നു. ആണവായുധ ഭീഷണിയൊന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല, അതിനെങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. അപ്പോൾ പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സമയത്ത് പാകിസ്ഥാൻ ആർമിയുടെ ദുർബലത, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ബലഹീനത എന്താണെന്ന് ലോകത്തിന് വ്യക്തമായിരുന്നു. അവരുടെ ആണവശേഷിയിൽ വളരെ വിള്ളലുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ വിദേശ മാധ്യമങ്ങളാണ് പറയുന്നത്. നമ്മൾ അവകാശപ്പെട്ടിട്ടോ നമ്മൾ അതിനെ പറ്റിയിട്ട് യാതൊരു വകയും പറഞ്ഞിട്ടില്ല. എന്തായാലും പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആണവ ശക്തിക്ക് വലിയ വിള്ളൽ ഇല്ലെങ്കിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് കനത്ത നഷ്ടം ഇല്ലെങ്കിൽ വലിയ വീഴ്ച, അവരുടെ ഒരു തളർച്ചയൊക്കെ ഉണ്ടായ സമയമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള കാര്യം. അപ്പോൾ പാകിസ്ഥാൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ലോകം കൃത്യമായിട്ട് മനസ്സിലാക്കി. ഡ്രോണ്, അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങൾ, ഇതിലെല്ലാം തന്നെ പാകിസ്ഥാൻ ഒന്നുമല്ലാത്ത ഒരു രാജ്യമാണ് എന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ ആണവായുധങ്ങളുണ്ടല്ലോ പാകിസ്ഥാൻ്റെ കയ്യിൽ, 1998 അവർ പൊട്ടിച്ച് ഈ പറയുന്ന ലോകത്തോട് പറഞ്ഞതാണ് ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്. ബലൂചിസ്ഥാനിലെ മേഖലയിലാണ് അവർ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഈ പറയുന്ന ആണവായുധങ്ങളുടെയൊക്കെ സുരക്ഷയും നിയന്ത്രണവും ഒക്കെ ആരുടെ കയ്യിൽ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവും കൂടി വരുന്നുണ്ട്. എന്തായാലും അവരുടെ സൈനിക ഘടനയിൽ വരുമ്പോൾ അവരുടെ ആണവായുധങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് SPD എന്ന് 3 അക്ഷരത്തിൽ വരുന്ന സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ്റെ കീഴിലാണുള്ളത്. നമ്മുടെ ഇവിടെ PMOയുടെ കീഴിലാണ് ഇത് വരുന്നത്, പ്രൈം മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ആണവ മിസൈൽ നയങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്ന നാഷണൽ കമാൻഡ് അതോറിറ്റിയാണ് ഇതിൻ്റെ എല്ലാ തീരുമാനങ്ങളുടെ അങ്ങേയറ്റം. ഇത് സൂക്ഷിക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷന് കീഴിലുമാണ്. അവരാണ് ഇതിൻ്റെ സുരക്ഷയും കാര്യങ്ങളും എല്ലാം നോക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെ ഒന്നുമല്ല എന്നാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതായത് പാകിസ്ഥാൻ ഒഫീഷ്യലി സൂക്ഷിക്കുന്ന സമിതിയും ഈ പറയുന്ന എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്ന മറ്റൊരു സംവിധാനവും ഒക്കെ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടെന്നിരിക്കെ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ അല്ല അതിൻ്റെ സുരക്ഷ കൊടുക്കുന്നത്, നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രേഖകളിൽ ഇവരൊക്കെ തന്നെയാണ്. അങ്ങനെ വരുന്നതിന് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു മുൻ CIA ഉദ്യോഗസ്ഥൻ ജോൺ കിറിയാക്കോ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ പ്രസക്തമായ വെളിപ്പെടുത്തൽ നടത്തുന്നത് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ടു ഒരു ആണവ യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും പോകാനിരുന്നു, അതിനെ ഞാൻ തടഞ്ഞു എന്ന് പറഞ്ഞ് നൊബേൽ സമ്മാനത്തിൻ്റെ കൊതി കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഈ ജോൺ കിറിയാക്കോ പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെയല്ല, ഈ പറയുന്ന ആണവായുധങ്ങളുടെ നിയന്ത്രണം സമ്പൂർണ്ണമായിട്ട് അമേരിക്കയുടെ കൈകളിൽ മാത്രമാണ് എന്നാണ് ഈ പറയുന്ന കിറിയാക്കോ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ പാകിസ്ഥാൻ ആയുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കൻ ജനറലിൻ്റെ കയ്യിലാണ്. അമേരിക്കൻ മിലിറ്ററിയുടെ ജനറൽ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും സൈനിക മേധാവി. അപ്പോൾ സൈനിക മേധാവിയുടെ കയ്യിലാണെന്നും കിറിയാക്കോ പറയുന്നു എന്നുള്ളതാണ്. നിരന്തരമായി കിറിയാക്കോ ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ അമേരിക്കൻ സൈന്യത്തിനും അമേരിക്കൻ ഇൻ്റലിജൻസിനും ഒക്കെ എതിരെ നടത്തുന്ന ആളാണ്. അപ്പോൾ 2000ങ്ങളുടെ സമയത്ത് 2000ങ്ങളിൽ പാകിസ്ഥാനിൽ ഈ പറയുന്ന ISIയും പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ വിഭാഗമാണല്ലോ, അവരും CIAയും തമ്മിൽ ചേർന്നുകൊണ്ട് ചില ഓപ്പറേഷനുകൾ നടത്തിയിരുന്നു, സംയുക്ത ഓപ്പറേഷനുകൾ. ആ ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ജോൺ കിറിയാക്കോ എന്ന് പറയുന്നത്. ഇയാൾ അങ്ങനെ വർഷങ്ങളോളം പാകിസ്ഥാനിൽ പ്രവർത്തിച്ചു അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന് ചില നിർണായക വിവരങ്ങൾ ചോർത്തി നൽകി എന്നതിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പിന്നീട് ഈ പറയുന്ന ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഭാഗമായിരുന്ന ആൾ പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പറയുന്ന US-ൻ്റെ ഇൻ്റലിജൻസിന് മേൽ കടുത്ത വിമർശനങ്ങൾ ചൊരിയുന്ന ഒരു വ്യക്തിയായിട്ട് ജോൺ കിറിയാക്കോ മാറി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ജോൺ കിറിയാക്കോയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അത് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഈ ജോൺ കിറിയാക്കോ പറയുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളത് കിറിയാക്കോ പറയുന്നു. ആണവ കാര്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ ജനറലിൻ്റെ കീഴിലാണെന്ന് പറയുന്നു. ഇതിനു മുമ്പ് അവരുടെ ഒരു പാകിസ്ഥാൻ്റെ ഒരു സുരക്ഷാ വിദഗ്ധനുണ്ട്, ഇംതിയാസ് ഗിൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഈ ഇംതിയാസ് ഗിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുകയാണ് ഈ പറയുന്ന അമേരിക്കയുടെ നൂർഖാൻ എയർപോർട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ കയറി ആക്രമിച്ച സ്ഥലമാണ്. അമേരിക്കയുടെ അല്ല, പാകിസ്ഥാൻ്റെയാണ്. അത് അമേരിക്കൻ നിയന്ത്രണത്തിലാണ്. അമേരിക്കയാണ് അവിടുത്തെ
പാകിസ്ഥാനിലെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും ആ എയർപോർട്ടിനകത്തേക്ക് പ്രവേശനമില്ല എന്നാണ് ഈ പറയുന്ന ഇംതിയാസ് ഗില്ല് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന ഒന്നിനും കൊള്ളൂലാത്ത നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ സാധാരണ നാടൻ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു വെപ്പാട്ടിയെ വെച്ചുകൊണ്ടിരിക്കും പോലെയാണ് അമേരിക്ക ഈ പറയുന്ന പാകിസ്ഥാനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ കയറി ബിൻ ലാദനെ അടിച്ചു കൊല്ലുന്നു, അവരറിയുന്ന പോലുമില്ല. ഈ പറയുന്ന അവിടെ അവരുടെ സൈനിക താവളങ്ങൾ, കിർണ ഹിൽസിലെ ആണവ കേന്ദ്രങ്ങൾ, സ്റ്റോക്ക് പൈൽസ് സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നട്ടല് വളഞ്ഞ് അമേരിക്കയുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നുള്ളതിന് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു തെളിവ് വേണ്ട. അപ്പോൾ നൂർഖാൻ എയർപോർട്ടിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും? അതിന് തൊട്ടടുത്തുള്ള SPD, അതായത് സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ, ഈ പറയുന്ന നൂർഖാന് ഈ എയർപോർട്ടിന് വളരെ അടുത്തായിട്ടാണ് ഈ പറയുന്ന SPD, സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അത് ഇംതിയാസ് ഗില്ല് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ്റെ കയ്യിലാണ് അമേരിക്ക ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ആണവ മിസൈലുകളും ആണവായുധങ്ങളും ഉള്ളത് എന്നാണ്. എന്തുകൊണ്ടാണ് സ്ട്രാറ്റജിക് പ്ലാൻ ഡിവിഷൻ അമേരിക്ക കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1998 ശേഷം ഈ പറയുന്ന പാകിസ്ഥാൻ ആണവ പരീക്ഷണമെല്ലാം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാനെ നിയന്ത്രിക്കുക, ഇല്ലെങ്കിൽ പാകിസ്ഥാനെ നിരന്തരം നിരീക്ഷിക്കുക എന്നൊരു പ്രവൃത്തി ലോകത്തിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നറിയാൻ കഴിയില്ല. കാരണം ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് അവിടുത്തെ സർക്കാരും ആർമിയും എല്ലാം തന്നെ. അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ കിട്ടുമോ എന്നുള്ള വലിയ ഭയം അമേരിക്കയ്ക്കുണ്ട്. കാരണം എല്ലാ കാലത്തും ഈ പാകിസ്ഥാൻ സർക്കാരിലും അവിടുത്തെ ചില ഉദ്യോഗസ്ഥർക്കുമൊക്കെയുള്ള വിധേയത്വമൊന്നും ഭീകരർക്ക് അമേരിക്കയോടില്ല. താലിബാൻ്റെ ഏറ്റവും വലിയ ശത്രു, ഇല്ലെങ്കിൽ അൽഖയ്ദയുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ SPD ഒക്കെ കൈയടക്കി വെച്ചിരിക്കുന്ന അമേരിക്ക അതുകൊണ്ടാണ് ഇത്രയേറെ ഭയക്കുന്നത്. ഈ ഭീകരരുടെ കയ്യിൽ ആണവായുധങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് സ്നാച്ച് ആൻഡ് ഗ്രാബ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി, ഒരു ഓപ്പറേഷൻ ഏത് സമയവും നടത്താമെന്നുള്ള ഒരു ഓപ്പറേഷനും കൂടി അമേരിക്ക നടത്തിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്നാച്ച് ആൻഡ് ഗ്രാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പാകിസ്ഥാന് സ്വതന്ത്രമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെ അമേരിക്ക പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനം അമേരിക്ക തന്നെ ഈ പറയുന്ന പാകിസ്ഥാനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവയൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് അനുവാദമില്ല, അവർക്കതിനുള്ള അധികാരമില്ല, അതിനുള്ള ശേഷിയുമില്ല. അത് ആകപ്പാടെ ഉള്ളത് പാകിസ്ഥാൻ്റെ കയ്യിലാണ്. നമ്മുടെ രാജ്യത്താണെങ്കിലോ, നമ്മുടെ രാജ്യത്ത് അതിൻ്റെ കമ്പ്യൂട്ടറുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. അതിൻ്റെ പാസ്വേഡ് പ്രധാനമന്ത്രിക്ക് മാത്രമേ അറിയാവൂ, മറ്റാർക്കും അറിയില്ല. പുതിയ പ്രധാനമന്ത്രി വരുമ്പോൾ അതിൻ്റെ പ്രത്യേക ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ മറ്റേക്ക് പ്രധാനമന്ത്രിക്ക് കൈമാറാനാണ് പതിവ്. ഈ നമ്മുടെ പ്രധാനമന്ത്രിക്ക്, ഇല്ലെങ്കിൽ നമ്മളുടെ രാജ്യം ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ഈ കമ്പ്യൂട്ടറിൽ നിന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് ശത്രുവിൻ്റെ സ്ഥലത്തേക്ക് ആണവായുധം വിക്ഷേപിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. എന്നാൽ പാകിസ്ഥാൻ അതുണ്ടോ? പാകിസ്ഥാൻ അതില്ല. പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഈ പറയുന്ന അമേരിക്കയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് ഈ പറയുന്ന ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വീമ്പിളക്കാമെന്നല്ലാതെ അവർക്കൊരിക്കലും പ്രയോഗിക്കാൻ കഴിയില്ല. അത് പ്രയോഗിക്കണമെങ്കിൽ അമേരിക്ക തീരുമാനിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധങ്ങളില്ല എന്നുള്ളതിന് തുല്യമാണ്. അത് അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്കൻ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാൻ്റെ ആണവ ശക്തി എല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല. വെറുതെ അമേരിക്കയുടെ അടിമയായിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കിറിയാക്കോയുടെ വലിയ വെളിപ്പെടുത്തൽ പാകിസ്ഥാൻ്റെ അഭിമാനത്തിനേറ്റ അടിയായിരിക്കുന്നു എന്നുള്ളതാണ്. അവരൊരു അടിമ രാജ്യമാണ് എന്ന് കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.